നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. പേഴിക്കാപ്പള്ളിയിൽ ഞായറാഴ്ചയുണ്ടായ ശക്തമായ കാറ്റിൽ വീടിന് മുകളിലേക്ക് മരം വീണു. പേഴിക്കാപ്പള്ളി സെൻട്രൽ ജുമാ മസ്ജിദിന് സമീപം താമസിക്കുന്ന കമ്മറ്റം മക്കാർ കെഎമ്മിന്റെ വീടിന് മുകളിലേക്കാണ് സമീപവാസിയുടെ പുരയിടത്തിൽ നിന്നിരുന്ന റബ്ബർ മരം വീണത്. പേഴിക്കാപ്പള്ളിയിൽ ഞായറാഴ്ച ഉണ്ടായ ശക്തമായ കാറ്റിൽ വീടിന് മുകളിലേക്ക് മരം വീണു. പേഴിക്കാപ്പള്ളി സെൻട്രൽ ജുമാ മസ്ജിദിന് സമീപം താമസിക്കുന്ന കമ്മറ്റം മക്കാർ കെഎമ്മിന്റെ ഷീറ്റ് മേഞ്ഞ വീടിന് മുകളിലേക്കാണ് സമീപവാസിയുടെ പുരയിടത്തിൽ നിന്നിരുന്ന റബ്ബർ മരം വീണത്. കുട്ടികൾ ഉൾപ്പെടെയുള്ള 5 അംഗ കുടുംബം വീട്ടിലുണ്ടായിരുന്ന സമയത്താണ് വീടിന് മുകളിലേക്ക് മരം വീണതെങ്കിലും ആർക്കും പരിക്കുകളില്ല. സമീപവാസിയുടെ പുരയിടത്തിൽ നിൽക്കുന്ന ആഞ്ഞിലി, തേക്ക്, റബ്ബർ, തെങ്ങ് തുടങ്ങിയ വൃക്ഷങ്ങൾ തങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാണെന്നും അവ മുറിച്ചു മാറ്റണമെന്നും ആവശ്യപ്പെട്ട് വർഷങ്ങളായി വിവിധ ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയിരുന്നെന്നും പരാതിയുടെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് അധികൃതർ മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും യാതൊരു തുടർ നടപടിയും ഉണ്ടായില്ലെന്നും മക്കാട് പറഞ്ഞു. എൻ്റെ വീടിൻ്റെ മേളിലേക്ക് മരം ചിറ്റോടി ഇറ്റും തേക്ക് റബ്ബറും നിൽക്കുക. വെട്ടാൻ 3 വർഷമായി ഞാൻ പരാതി കൊടുത്തിട്ട് 20 സ്ഥലത്ത് പരാതി കൊടുത്തു. ഇതുവരെയും വെട്ടാൻ അവർ തയ്യാറായില്ല. ഇപ്പം ഇന്നലത്തെ കാറ്റിൽ എൻ്റെ വീടിൻ്റെ പുറത്തേക്ക് മരം വീണു. ആ മരം വീണ് ഒരുപാട് നാശനഷ്ടം വന്നിട്ടുണ്ട്. ടാങ്ക് ഇതെല്ലാം പോയിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് പഞ്ചായത്തിൽ നിന്ന് അവർ വന്ന് കണ്ടിട്ട് പറഞ്ഞു അടുത്ത് വെട്ടും ശരിയാക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് പോണേ. ഇപ്പോൾ 10-20 പ്രാവശ്യം പഞ്ചായത്തിൽ നിന്ന് വന്നു അവർ പറഞ്ഞു വിവരം. മെമ്പർ വന്ന് പറഞ്ഞു, ആരും പറഞ്ഞിട്ട് അംഗീകരിക്കുന്നില്ല. അതിന് കർശനമായ നടപടി എടുക്കണമെന്ന് ഓംബുഡ്സ്മാന് കൊടുത്ത് 2 പ്രാവശ്യം കൊടുത്തു ഓംബുഡ്സ്മാന് പരാതി. അതൊന്നും ശരിയായില്ല. പിന്നെ നവകേരള സദസ്സിൽ കൊടുത്തു, മുഖ്യമന്ത്രിക്ക് കൊടുത്തു, ഇങ്ങനെ എല്ലാ സ്ഥലത്തും പരാതി കൊടുത്തു. ഒന്നും ശരിയായില്ല. ആഡിയോയ്ക്ക് കൊടുത്തിട്ട് ആഡിയോ പറഞ്ഞു ഇപ്പം എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ആഡിയോ പറയണേ. ഇതിനുള്ള കർശനമായ നടപടി എടുക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുക. എൻ്റെ നാശനഷ്ടം എൻ്റെ കുഞ്ഞുങ്ങളുടെ മേത്തേക്കൊക്കെയാണ് മരം വീണത്. കഷ്ടിച്ച് രക്ഷപ്പെട്ടുള്ളൂ. മരം വീണതിനെ തുടർന്ന് പഞ്ചായത്ത് അധികൃതരുടെ നിർദ്ദേശപ്രകാരം സമീപവാസി തന്നെ വീടിന് മുകളിലേക്ക് പതിച്ച മരങ്ങൾ വെട്ടിമാറ്റാനുള്ള നടപടികൾ ആരംഭിച്ചു. മക്കാടിന്റെ വീടിന്റെ മേൽക്കൂരയും ടാങ്കും ഉൾപ്പെടെ തകർന്നിട്ടുണ്ട്. നാശനഷ്ടം നൽകാമെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചതായി മക്കാട് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. പഠനത്തിനപ്പുറം ജീവിതം തൊട്ടറിയാം. ഭാവിയെ രൂപപ്പെടുത്തുന്ന അറിവിന്റെ തിരുമുറ്റം നിർമ്മല കോളേജ് മൂവാറ്റുപുഴ. റാങ്കുകളുടെ തിളക്കമാർന്ന പാരമ്പര്യം. NAC A++ മികവിന്റെ കരുത്തിൽ വിജയത്തിലേക്കുള്ള നിങ്ങളുടെ ഉറച്ച ചുവടുവെപ്പ്. ഇവിടെ സ്വപ്നങ്ങൾക്ക് ചിറകുകളുണ്ട്. നിങ്ങളുടെ സർഗാത്മകതയെ ലോകത്തിന് മുന്നിലെത്തിക്കാൻ നിർമ്മല കൂടെയുണ്ട്. വെറുമൊരു ബിരുദമല്ല, മികച്ചൊരു കരിയർ. ആധുനിക സൗകര്യങ്ങളും സുരക്ഷിതമായ ഹോസ്റ്റലുകളും ഇവിടെ നിങ്ങൾക്കായി ഒരുങ്ങുന്നു. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ.